ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 9-ാം അധ്യായമായ രാജയോഗത്തിലെ 20 ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത്. നമുക്ക് 21-ാമത്തെ ശ്ലോകം നോക്കാം. തേ തം ഭുക്ത്വാ സ്വർഗലോകം വിശാലം ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി ഏവം ത്രയീ ധർമ്മമനുപ്രപന്നാ ഗതാഗതം കാമകാമാ ലഭന്തി. തേ അവർ, അതായത് ഈ കാമ്യകർമ്മങ്ങൾ ചെയ്യുന്ന, ഫലസിദ്ധി പ്രതീക്ഷിച്ച് യജ്ഞങ്ങൾ ചെയ്യുന്ന ആളുകൾ, വിശാലമായ തം സ്വർഗലോകം ഭുക്ത്വാ, ആ സ്വർഗലോകത്തിലെ സുഖഭോഗങ്ങൾ അനുഭവിച്ചിട്ട്, പുണ്യേ ക്ഷീണേ, പുണ്യം ക്ഷയിക്കുമ്പോൾ, മർത്യലോകം വിശന്തി, ഭൂമിയിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. ഏവം, ഇപ്രകാരം, ത്രയീധർമ്മം, വേദത്രയ ധർമ്മത്തെ, അതായത് 3 വേദങ്ങളിലും പറഞ്ഞിരിക്കുന്ന ഈ കാമ്യ കർമ്മങ്ങളെ, യജ്ഞങ്ങളെ, അനുപ്രപന്ന, അനുഷ്ഠിക്കുന്നവരായ, കാമകാമാഹ, ഭോഗേച്ഛുക്കൾ, ഗതാഗതം ലഭന്തേ, പോയും വന്നും കഴിയുന്നു. അതായത് ജനിച്ചും മരിച്ചും ഈ ജനന മരണങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഫലസിദ്ധി പ്രതീക്ഷിച്ച് ചെയ്യുന്ന യജ്ഞങ്ങൾ, അഥവാ ഈ 3 വേദങ്ങളിലും പറഞ്ഞിരിക്കുന്ന ഇത്തരത്തിലുള്ള ഫലസിദ്ധിയോടുകൂടിയ യജ്ഞങ്ങളിൽ ഏർപ്പെടുന്നവർ ഈ യജ്ഞങ്ങളുടെ പുണ്യഫലമായി സ്വർഗലോകത്തിലെ സുഖഭോഗങ്ങൾ അനുഭവിച്ചിട്ട് അവർക്കതിൻ്റെ ഫലമായി ഈ സ്വർഗീയമായ ആ സുഖഭോഗങ്ങൾ ലഭിക്കുന്നു ഈ യജ്ഞകർമ്മങ്ങളിലൂടെ. പക്ഷേ അത് ശാശ്വതമല്ല. ആ നിശ്ചിത കാലയളവിൽ അത് അനുഭവിച്ചിട്ട് ആ പുണ്യമെല്ലാം തീരുമ്പോൾ, പുണ്യഫലങ്ങളെല്ലാം ക്ഷയിക്കുമ്പോൾ ഭൂമിയിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. ഇപ്രകാരം ഈ 3 വേദങ്ങളിലും പറഞ്ഞിരിക്കുന്ന ഈ യജ്ഞങ്ങളെ, യജ്ഞധർമ്മങ്ങളെ അനുഷ്ഠിക്കുന്നവരായ ഭോഗേച്ഛുക്കൾ, ഫലേച്ഛയോടുകൂടി കർമ്മങ്ങൾ ചെയ്യുന്നവർ ഇങ്ങനെ പോയും വന്നും കഴിയുന്നു. വച്ചാൽ ജനിച്ചും മരിച്ചും കഴിയുന്നു. മനുഷ്യജന്മം ലഭിക്കുമ്പോൾ ഇത്തരം കർമ്മങ്ങളിൽ ഏർപ്പെട്ട് സ്വർഗീയ സുഖങ്ങൾ അനുഭവിക്കുവാൻ പോകുന്നു. വീണ്ടും അത് അനുഭവിച്ച് തീരുമ്പോൾ ഭൂമിയിലേക്ക് തന്നെ മർത്യജന്മമെടുത്ത് വരുന്നു. വീണ്ടും കർമ്മങ്ങളിൽ ഏർപ്പെടുന്നു, സുഖഭോഗങ്ങൾ അനുഭവിക്കുന്നു, വീണ്ടും തിരിച്ചു വരുന്നു. അപ്പോൾ ഈ ജനനമരണ ചക്രത്തിൽ നിന്നും അവർക്ക് മുക്തിയില്ല. അവരിങ്ങനെ വന്നും പോയും ഇരിക്കുന്നു. ഗതാഗതം ലഭന്തേ. കാമ്യങ്ങളായ കർമ്മങ്ങൾ അഥവാ യജ്ഞങ്ങൾ അനുഷ്ഠിച്ച് ദേവലോകം പ്രാപിച്ച്, സ്വർഗലോകം പ്രാപിച്ച്, സ്വർഗീയ സുഖങ്ങൾ അനുഭവിച്ച്, തങ്ങൾ ചെയ്ത പുണ്യകർമ്മങ്ങളുടെ ഫലമെല്ലാം തീരുമ്പോൾ അവർ ഈ നശ്വരമായ ഭൂമിയിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. ഇപ്രകാരം വേദോക്തങ്ങളായ യജ്ഞങ്ങൾ അനുഷ്ഠിക്കുന്ന ഭോഗേച്ഛുക്കൾ ജനനമരണ ചക്രത്തിൽ ഇങ്ങനെ ചുറ്റിക്കൊണ്ടേയിരിക്കുന്നു, ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. സ്വർഗലബ്ധി എന്നുള്ളത് ചിരകാലത്തേക്കുള്ളതല്ല. യജ്ഞഫലങ്ങൾ തീരുമ്പോൾ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തിരികെ എത്തും. അപ്പോഴും ഈ കാമ്യകർമ്മങ്ങൾ തന്നെ തുടർന്നാൽ ഈ പോക്കുവരവും തുടർന്നുകൊണ്ടേയിരിക്കും. അവർ മനുഷ്യജന്മത്തിൻ്റെ പരമലക്ഷ്യം പ്രാപിക്കുന്നതിൽ പരാജയപ്പെടുന്നു. ഒരിക്കൽ പോയാൽ പിന്നെ തിരിച്ചു വരേണ്ടതില്ലാത്ത ആത്മീയ ലോകത്തേക്ക്, അഥവാ മുക്തിയിലേക്ക്, മോക്ഷത്തിലേക്ക്
ഉയരുന്നതിന് പകരം ജനിച്ചും മരിച്ചും വീണ്ടും ജനിച്ചും സംസാരചക്രത്തിൽ ഉഴലുകയാണ് ഇവർ. വൈദിക യജ്ഞങ്ങൾ ക്ഷണിക സുഖ അനുഭവങ്ങളല്ലാതെ മുക്തിയെ നൽകുന്നില്ല. അതിനാൽ അവ അഭികാമ്യമല്ല. മുക്തിയെ കാക്ഷിക്കുന്നവർക്ക് അഭികാമ്യമല്ല എന്ന് ഈ ശ്ലോകം സൂചിപ്പിക്കുന്നു. താൽക്കാലികമായ സുഖഭോഗങ്ങൾ ലഭിക്കുന്നതിന്, അവരുടെ കാര്യസാധ്യങ്ങൾ നേടുന്നതിന് ഈ വേദങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്ന യജ്ഞങ്ങൾ സഹായിക്കുമെങ്കിലും അതൊരിക്കലും മുക്തിയെ നൽകുന്നില്ല എന്നാണ് ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.